ഹായ് സ്റ്റുഡൻസ്, നമസ്കാരം. ഞാൻ ബീന ബി അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം, കെറ്റിസിറ്റി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. S3 BA BSc അഡീഷണൽ ലാംഗ്വേജ് മലയാളം ആട്ടക്കഥ മൊഡ്യൂൾ 1 പാർട്ട് 5. നളൻ്റെ ദൂതുമായി ഹംസം വിദർഭയിലെ ഉദ്യാനത്തിലെത്തുകയും അവിടെ ദമയന്തിയെ കാണുകയും ദമയന്തിയെ തോഴിമാരിൽ നിന്ന് അകറ്റി തൻ്റെ ആഗമന ഉദ്ദേശം നിറവേറ്റാൻ ഹംസം ശ്രമിക്കുന്നു. തുടർന്ന് ഹംസം പറയുന്നു, നിന്റെ സഖിമാരിൽ ഒരാളായി നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ നളനഗരത്തിലാണ് വസിക്കുന്നത്. അവിടെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം സുന്ദരിമാരെ നടത്തം പഠിപ്പിക്കലാണ് എൻ്റെ ജോലി. ഇത്രയും ഭാഗമാണ് നാം പാർട്ട് 4 കണ്ടത്. ഹംസം സംസാരിക്കുന്നത് കേട്ട് ആശ്ചര്യ കൗതുകങ്ങളോടു കൂടി ദമയന്തി പറയുന്നതാണ് അടുത്ത ഭാഗം. നോക്കാം. കണ്ടേൻ നികടെ നിന്നെ കളിവാക്കു തവ കേട്ടേനെ, കഞ്ചഭവനനുടെ വാഹനമേ കമ്രരൂപമതിരമ്യ ചാടുവചനം. കണ്ടേൻ നികടെ നിന്നെ കളിവാക്കു തവ കേട്ടേനെ, കഞ്ചഭവനനുടെ വാഹനമേ കമ്രരൂപമതിരമ്യ ചാടുവചനം. കഞ്ചഭവനൻ ബ്രഹ്മാവിൻ്റെ വാഹനമേ, കമ്രരൂപം മനോഹരമായ രൂപത്തോടു കൂടിയവനെ, പ്രിയവാക്കുകൾ കമനീയമായ പ്രിയവാക്കുകൾ പറയുന്നവനെ, ഞാൻ നിന്നെ എൻ്റെ സമീപത്ത് കാണുകയും നിൻ്റെ കളിവാക്കുകൾ കേൾക്കുകയും ചെയ്തു. ദമയന്തി ഹംസത്തോട് പറയുകയാണ്, അല്ലയോ ബ്രഹ്മാവിൻ്റെ വാഹനമേ, നിൻ്റെ മനോഹരമായ രൂപത്തോടു കൂടിയ ഹംസമേ, നിൻ്റെ പ്രിയവാക്കുകൾ ഞാൻ കേട്ടു, നിന്നെ എൻ്റെ സമീപത്ത് കണ്ടു, നിൻ്റെ കളിവാക്കുകൾ കേൾക്കുകയും ചെയ്തു. പ്രേക്ഷകനായത് കമലജനോ തവ നൈഷധപുരമോ പരമപദം മധുരാകൃതേ ഗുണവാരിതേ ഖഗസാർമഭൗമ ജയ നൗമി തേ ചരിതം. പ്രേക്ഷകനായത് കമലജനോ തവ നൈഷധപുരമോ പരമപദം മധുരാകൃതേ ഗുണവാരിതേ ഖഗസാർവഭൗമ ജയ നൗമി തേ ചരിതം. തുടർന്ന് ദമയന്തി പറയുകയാണ്, പ്രേക്ഷകനായത് കമലജനോ ബ്രഹ്മാവാണോ നിന്നെ ഇവിടേക്ക് അയച്ചത്. നൈഷധപുരമോ പരമപദം നീ നിഷധ രാജ്യത്താണോ താമസിക്കുന്നത്. മധുരാകൃതി മധുരമായ ആകൃതിയോട് കൂടിയവനെ, കമനീയമായ രൂപലാവണ്യങ്ങളോട് കൂടിയവനെ, ഗുണവാരിതേ ഗുണങ്ങൾക്കിരിപ്പിടമായിട്ടുള്ളവനെ, ഖഗ സാർവഭൗമ അല്ലയോ പക്ഷിശ്രേഷ്ഠ, ജയ നീ ജയിക്കട്ടെ. നൗമി തേ ചരിതം നിൻ്റെ ചരിത്രത്തെ ഞാൻ നമിക്കുന്നു. ഇപ്പം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഹംസം നിഷധരാജ്യത്ത് വസിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ദാസനാകയാൽ ഹംസത്തിൻ്റെ ശ്രേഷ്ഠത കൂടി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു. നളനഗരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നതിനാൽ നളൻ്റെ ഗുണഗണങ്ങൾ അവനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന ആഹ്ലാദവും ദമയന്തിക്ക് ഉണ്ടാകുകയാണ്. നളിനാസനവര വാഹന നീ മമ നളനൃപഗുണഗണമോതുകടോ തവ വാചികം മഴൽ മോചകം മമ കർണമാരാജയ പുണ്യലേശയുധം. നളിനാസനവര വാഹന ബ്രഹ്മാവിൻ്റെ വാഹനമായിട്ടുള്ളവനെ, നീ എന്നോട് നളനൃപഗുണഗണമോതുകടോ നളരാജാവിൻ്റെ ഗുണഗണങ്ങൾ പറയുക. നളരാജാവിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ മമ അഴൽ മോചകം എൻ്റെ ദുഃഖം ഇല്ലാതെയാകും. കർണമാരാജയ പുണ്യലേശയുധം എൻ്റെ കർണങ്ങൾക്ക് പുണ്യം ലഭിക്കുകയും ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നളമഹാരാജാവിൻ്റെ ഗുണഗണങ്ങൾ നീ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ കർണങ്ങൾക്ക് പുണ്യം ഉണ്ടാകും എന്ന് ദമയന്തി ഹംസത്തോട് പറയുകയാണ്. സന്തതമുള്ള മനോരഥവും പുനരിന്നു ഭവാനോട് ഞാൻ പറയാം, തുണയാകിലോ ഗുരുകൃപകുലാശയാ ദീനയാമെനിക്ക് മാനനീയ ഗുണ. സന്തതമുള്ള മനോരഥവും പുനരിന്നു ഭവാനോട് ഞാൻ പറയാം. ഗുരുകൃപകുലാശയാ വലുതായ കൃപ കൊണ്ട് ആകുലമായ മനസ്സോട് കൂടിയവനെ, മാനനീയ ഗുണ മാനിക്കത്തക്ക ഗുണഗണങ്ങളോട് കൂടിയവനെ, ദീനയാമെനിക്ക് തുണയാകിലോ ദുഃഖിതയായി എനിക്ക് തുണയായാൽ, നീ എന്നെ സഹായിച്ചാൽ, എൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട്, ആ ദുഃഖത്തിന് നീ അറുതി വരുത്തിയാൽ, സന്തതമുള്ള മനോരഥവും പുനരിന്ന് ഭവാനോട് ഞാൻ പറയാം. എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഭവാനോട് തുറന്ന് പറയാം. നീ എന്നെ സഹായിച്ചാൽ,
എൻ്റെ ദുഃഖത്തിന് അറുതി വരുത്തിയാൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്ന് പറയാം എന്ന് ദമയന്തി ഹംസത്തോട് പറയുകയാണ്. അടുത്തതൊരു ശ്ലോകമാണ്. പുത്തൻ തേൻമൊഴിമാർ കുലത്തിനരിയോരുത്തം സമാം ഭൈമിതൻ ചിത്തം താനത പത്തിനഞ്ചവനറിഞ്ഞിത്തം കൃശാങ്ക്യാഗിര അത്യന്തം ബദ മുക്തയോടനുസരിച്ചെല്ലാം അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭിയോടുക്തവാൻ. പുത്തൻ തേൻമൊഴിമാർ കുലത്തിനരിയോരുത്തം സമാം ഭൈമിതൻ ചിത്തം. പുതുതേൻ വാണികളായ സുന്ദരിമാരുടെ വംശത്തിന് ശിരോഭൂഷണം തന്നെയായിരിക്കുന്ന ദമയന്തിയുടെ ചിത്തം, മനസ്സിലിരിപ്പ്. പത്തിനഞ്ചവനറിഞ്ഞിത്തം കൃശാങ്ക്യാഗിര. കൃശാങ്ക്യാഗിര സുന്ദരിയുടെ വാക്കിൽ നിന്ന് തന്നെ 15 അവനറിഞ്ഞു, പകുതിയോളം അവൻ മനസ്സിലാക്കി. അപ്പോൾ ഹംസം ദമയന്തിയുടെ മനസ്സിലിരിപ്പ് ദമയന്തിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പകുതിയോളം മനസ്സിലാക്കി. മുഴുവനായിട്ടും ദമയന്തിയുടെ മനസ്സിലിരിപ്പ് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല, പകുതി മനസ്സിലാക്കി. അത്യന്തം ബദമുക്തയോടനുസരിച്ചെല്ലാം അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭിയോടുക്തവാൻ. ആ പക്ഷിശ്രേഷ്ഠൻ ലജ്ജാവതിയായ അവളോട് അനുനയപൂർവം പെരുമാറിക്കൊണ്ട്, ഖഗവരൻ ആ പക്ഷിശ്രേഷ്ഠൻ വിദഗ്ധനാണവൻ, അനുനയപൂർവം പെരുമാറിക്കൊണ്ട് അവളുടെ മനസ്സിലിരിപ്പ് മുഴുവൻ അറിയാനായി ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഹംസം ദമയന്തിയുടെ മനസ്സിലിരിപ്പ് പകുതിയോളം മനസ്സിലാക്കി. ബാക്കി കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി വളരെ ഒരു ദൂതനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളിലൊന്നാണ് അനുനയം. ആ അനുനയപൂർവം ദമയന്തിയോട് ഇപ്രകാരം പറഞ്ഞു. അടുത്ത ഭാഗം നോക്കുക. ഹംസം പറയുകയാണ്. പ്രീതി പൂണ്ടരുളുകയോ ചിന്തിതമെല്ലാം ഭീമനൃപതി തനിയെ വീതവിശങ്കം സഖിമാരിലൊന്നെന്നെ ഉറച്ചു നീ ലജ്ജാഭാരം കുറച്ചു നിരാകുലം. വീതവിശങ്കം സഖിമാരിലൊന്നെന്നെ, സംശയം കൂടാതെ നിന്റെ സഖിമാരിൽ ഒരാളായി തന്നെ നീ എന്നെ കരുതുക. നിന്റെ ലജ്ജയെല്ലാം മാറ്റിവെച്ച്, നിരാകുലം വല്ലായ്മകളെല്ലാം മാറ്റിവെച്ച്, പ്രീതി പൂണ്ടരുളുകയോ പ്രീതിയോടുകൂടി ചിന്തിതമെല്ലാം ഭീമനൃപതി തനയെ, അല്ലയോ ഭീമരാജപുത്രി, നിന്റെ മനോഗതമെല്ലാം പ്രീതിയോടുകൂടി നീ എന്ത് ചെയ്യുക? നിന്റെ ഒരു സഖിയോട് തുറന്ന് പറയുന്ന ആ മനോഭാവത്തോടുകൂടി എന്നോട് തുറന്ന് പറയുക. നിനക്ക് യാതൊരു സംശയവും വേണ്ട. കാതരമിഴിയാർ മൗലിമാലികേ ദമസോദരി നിനക്കു ബാലികേ, ഏതൊരു പുരുഷനിലുള്ളിൽ കൗതുകം പാരിലാദരണീയം തസ്യ ജാതകം. ഏണമിഴി പറവാൻ മടിക്കരുതേ, നാണം കൊണ്ടിനി ഏതും മറയ്ക്കരുതേ. ഞാനുണ്ടതിനു തുണ തവ സുതനോ, മാനഹാനി തവ വരുത്തുവാനോ. ഹസ്തഗതം തവ വിധിമനീഷിതമുക്തമിതം മമ സത്യമിതാനീം. കാതരമിഴിമാർ മൗലിമാലികേ, സുന്ദരിമാർക്ക് ശിരസിലണിയത്തക്ക മാലയായിട്ടുള്ളവളെ. ദമയന്തി അത്രത്തോളം സുന്ദരിയാണ്. ദമസോദരി, ദമൻ്റെ സഹോദരി, ദമൻ ദമയന്തിയുടെ സഹോദരനാണ്. ബാലികയെ, നിന്റെ മനസ്സിൽ ഏതൊരു പുരുഷന് വേണ്ടിയുള്ള കൗതുകമുണ്ടോ അവൻ്റെ ജാതകം ലോകത്തിൽ വെച്ച് ഏറ്റവും ആദരിക്കത്തക്കതാണ്. അല്ലയോ സുന്ദരി, നിന്റെ മനസ്സിൽ ഏതൊരു പുരുഷനെക്കുറിച്ചുള്ള ചിന്തയാണോ ഉള്ളത് ആ പുരുഷൻ്റെ ജാതകം ലോകത്തിൽ വെച്ച് ഏറ്റവും ആദരിക്കത്തക്കത് തന്നെയാണ്. അതായത് ദമയന്തി ആരെയാണോ പ്രേമിക്കുന്നത് ആ പ്രേമഭാജനം ജന്മനാ ഭാഗ്യമുള്ളവനായിരിക്കും എന്നതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഏണമിഴി, സുന്ദരി, പറവാൻ മടിക്കരുതേ, നീ നിൻ്റെ മനസ്സിലുള്ള കാര്യം, ആ ആൾ ആരാണെന്നുള്ള കാര്യം പറയാൻ മടിക്കരുതേ. നാണം കൊണ്ടിനി ഏതും മറയ്ക്കരുത്, ലജ്ജ കാരണം നീ ഒന്നും മറച്ചു വയ്ക്കരുത്. ഞാനുണ്ടതിന് തുണ തവസുതനോ, നിന്നെ ഞാൻ എല്ലാ കാര്യത്തിലും നിന്നെ ഞാൻ സഹായിക്കാം. നീ ഒരു രീതിയിലും വിഷമിക്കുകയേ വേണ്ട. ഞാൻ ഒരു തരത്തിലും നിന്നെ നാണം കെടുത്തുകയില്ല, നിനക്ക് മാനഹാനി വരുത്തുകയില്ല. ഞാനുണ്ടതിന് തുണ തവ സുതനോ, മാനഹാനി തവ വരുത്തുവാനോ, ഒരു രീതിയിലും നിനക്ക് മാനഹാനി ഉണ്ടാകുകയേയില്ല. ഹസ്തഗതം തവ വിധി മനീഷിതമുക്തമിതം മമ സത്യമിതാനീം, നിന്റെ ഹൃദയാഭിലാഷം ഞാൻ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് സത്യം തന്നെയാണ്. നിന്റെ ഹൃദയാഭിലാഷം കൈക്കലായി കഴിഞ്ഞു എന്ന് തന്നെ കരുതിക്കൊള്ളുക. ഇപ്പോൾ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. അപ്പോൾ ഹംസം ദമയന്തിയോട് പറയുകയാണ്, നിന്റെ മനസ്സിൽ ഏത് പുരുഷനെക്കുറിച്ചുള്ള ചിന്തയാണോ ഉള്ളത്, ആ പുരുഷൻ്റെ ജാതകം ഈ ലോകത്തിൽ ഏറ്റവും ആദരിക്കത്തക്കത് തന്നെയാണ്. അപ്പോൾ അല്ലയോ സുന്ദരി, നീ നാണം കൊണ്ട് നീ മടിച്ചു നിൽക്കാതെ ആ ആൾ ആരാണെന്ന് നീ വ്യക്തമാക്കുക. നിനക്കൊരിക്കലും മാനഹാനി ഞാൻ വരുത്തുകയില്ല. നിന്റെ ഹൃദയാഭിലാഷം നടപ്പിലാവുക തന്നെ ചെയ്യും. ഇത് കേട്ട് ദമയന്തി ഹംസത്തോട് പറയുകയാണ്, അരയന്ന മന്നവ നിന്നോടെന്തിഹം ഞാൻ പറവൂ, കുലകന്യകമാരാൽ ഹൃദി ഗുഹനീയം വസ്തു പറയാമോ. അല്ലയോ അരയന്ന ശ്രേഷ്ഠ, ഞാനിപ്പോൾ അങ്ങയോട് എന്ത് പറയട്ടെ. ഒളിച്ചു വെക്കേണ്ടത് ഹൃദയത്തിൽ, ഗുഹനീയം ഒളിച്ചു വെക്കേണ്ടത്, ഉള്ളിൽ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ തുറന്നു പറയുക കുലകന്യകമാർക്ക് ചേർന്നതാണോ. കുലകന്യകമാർ തങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ല. അങ്ങനെ ഭീമരാജപുത്രിയായ ഞാൻ എൻ്റെ ഹൃദയത്തിലെ രഹസ്യം നിന്നോട് തുറന്നു പറയുന്നത് ശരിയാണോ. പേർത്തു പേർത്തു ജനകീർത്യമാന നളപാർത്ഥിവോത്തമ സത്കീർത്തികൾ കേട്ടേൻ, ഓർത്തവനുടൽ കൂർത്തു മൂർത്തംഗജാസ്ത്രമേറ്റു നേർത്തുടൻ നെടുതായി വീർത്തു ഞാനാർത്തയായേൻ. പേർത്തു പേർത്തു ജനകീർത്യമാന നളപാർത്ഥിവോത്തമ സത്കീർത്തികൾ, ജനങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന നളൻ എന്ന രാജശ്രേഷ്ഠൻ്റെ സത്കീർത്തികൾ പേർത്തും പേർത്തും വീണ്ടും വീണ്ടും കേൾക്കുകയുണ്ടായി ഞാൻ. ഓർത്തവനുടൽ കൂർത്തു മൂർത്തംഗജാസ്ത്രമേറ്റു, അങ്ങനെ അവൻ്റെ രൂപം ധ്യാനിച്ചു കൊണ്ടിരുന്നതിനാൽ, ആ നളനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നതിനാൽ, കൂർത്തുമൂർത്ത കാമബാണമേറ്റ് എൻ്റെ ശരീരം ക്ഷീണിക്കുകയും നേർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ, ക്ഷീണിക്കുകയും ദീർഘമായി നിശ്വസിക്കുകയും ചെയ്ത് ഞാൻ ദുഃഖിതയായിത്തീർന്നു. അപ്പോൾ ഹംസത്തിനോട് ദമയന്തി പറയുകയാണ്, ഞാനിങ്ങനെ നളമഹാരാജാവിൻ്റെ ഗുണഗണങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനിടയായി. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനോടുള്ള പ്രണയം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ മനസ്സ് വല്ലാത്ത ഒരു അവസ്ഥയിലെത്തുകയും എൻ്റെ ശരീരം നേർത്തു വരാൻ തുടങ്ങുകയും ഞാൻ നെടുവീർപ്പുകളിട്ട് ദുഃഖിതയായി തീരുകയും ചെയ്തു. അത് കേട്ട് ഹംസം പറയുകയാണ്, ഉള്ളത് ചെന്നത് എന്നാൽ അന്യൂന്യം നവ പല്ലവ തുല്യാംഗീ തവ കല്യാണം. ഉള്ളത് ചൊന്നതിതെന്നാൽ അന്യൂന്യം നവ പല്ലവ തുല്യാംഗീ തവ കല്യാണം. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, പല്ലവ തുല്യാംഗി, പല്ലവം തളിരിന് പുത്തൻ തളിരിന് തുല്യമായ അവയവങ്ങളോട് കൂടിയവളെ, നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ നിനക്ക് കല്യാണം, ശ്രേയസ്സുണ്ടാകും, മംഗളം ഉണ്ടാകുക തന്നെ ചെയ്യും. നിനക്ക് നളനോട് ഇഷ്ടമാണ്, നിൻ്റെ നളനെക്കുറിച്ചും ഓർത്ത് നീ ഇങ്ങനെ ദുഃഖിതയായി മാറിയിരിക്കുകയാണ് എന്ന് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുക തന്നെ ചെയ്യും. നല്ലത് നല്ലതിനോട് ചേരേണം തവ വല്ലഭനപരൻ തുല്യന്നഹി നൂനം. മേഘവാഹനനേക്കാൾ ബലവാൻ മോഹനാങ്കൻ അവൻ അനവധി ഗുണവാൻ. കമനി രത്ന കനകങ്ങളുടെ ഘടനയെ ഘടന നിങ്ങളുടെ വിഷ്ണുരമയ്ക്ക് നിശയ്ക്ക് ശശാങ്കനുമയ്ക്ക് ഹരൻ നളനൂർക്കിൽ നിനക്കും. തുടർന്ന് ഹംസം ദമയന്തിയോട് പറയുകയാണ്, നിങ്ങൾ തമ്മിലുള്ള ചേർച്ച എപ്രകാരമാണ്. നല്ലത് നല്ലതിനോടെ ചേരണം, നല്ലത് നല്ലതിനോട് തന്നെ ചേരണം. അതെപ്രകാരമാണ്. തവ വല്ലഭനപരൻ തുല്യന്നഹിനൂനം, നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളിന് തുല്യനായി മറ്റൊരാളും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ എങ്ങനെയുള്ളവനാണ്? മേഘവാഹനനേക്കാൾ, ഇന്ദ്രനേക്കാൾ ബലവാനാണ്. അതുപോലെ തന്നെ മോഹനാങ്കൻ, അവൻ അനവധി ഗുണവാൻ, മോഹിപ്പിക്കുന്ന ശരീരലാവണ്യത്തോടു കൂടിയ അവൻ അനവധി ഒരുപാട് ഗുണങ്ങൾക്ക് ഇരിപ്പിടമാണ്. അത് നിങ്ങളുടെ ചേർച്ച എപ്രകാരമാണ്? കമനി സുന്ദരി, രത്നകനകങ്ങളുടെ ഘടന നിങ്ങളുടെ രത്നവും സ്വർണവും തമ്മിൽ എപ്രകാരമാണോ ചേർച്ച, അതുപോലെയാണ് നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ. അത് ഇപ്രകാരമാണ്. വിഷ്ണുവും ലക്ഷ്മിയും തമ്മിലും ഉള്ള ചേർച്ച പോലെ, നിശയും ശശാങ്കനും ചന്ദ്രനും തമ്മിലുള്ള ചേർച്ച പോലെ, ഉമയും ഹരനും തമ്മിൽ, ശിവനും പാർവതിയും തമ്മിൽ ഉള്ള ചേർച്ച, ആ ചേർച്ചകൾ എത്രത്തോളം മഹത്വമാർന്നിരിക്കുന്നതോ അതുപോലെയാണ് നളനും ദമയന്തിയും തമ്മിലുള്ള
ചേർച്ച, ആ മഹത്വത്തെക്കുറിച്ചാണ്, നല്ല ചേർച്ചയെക്കുറിച്ചാണ് ഹംസം ഈ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. രത്നവും സ്വർണവും കനകവും തമ്മിൽ എപ്രകാരമാണോ ചേർന്നത് അതേപോലെയുള്ള ചേർച്ച തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങൾ ചേരേണ്ടവർ തന്നെ ആണ്. വിഷ്ണുവും ലക്ഷ്മിയും നിശയും ശശാങ്കനും ശിവനും പാർവതിയും തമ്മിൽ എപ്രകാരമാണോ മഹനീയമായ ചേർച്ചയുണ്ടായത് അതുപോലെയുള്ള ചേർച്ച തന്നെയാണ് നളനും ദമയന്തിയും തമ്മിൽ ഉള്ളത് എന്നാണ് ഹംസം പറയുന്നത്. നളൻ്റെ ഈ വാക്കുകൾ കേട്ട് ഹംസത്തിൻ്റെ വാക്കുകൾ കേട്ട് ദമയന്തി പറയുകയാണ്, നാളിൽ നാളിൽ വരും ആദിമൂലമിതമാളിമാരോടുമിതമനുദിത പൂർവം കാലമേ ചെന്നു മരാള പറകനര പാലനോടെല്ലാം പ്രതിപാലിതാവസരം. നാളിൽ നാളിൽ വരും ആദിമൂലം, നളനോടുള്ള പ്രണയം കാലം കഴിയും തോറും, ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. ആളിമാരോടും ഇതനുദിത പൂർവം, ആ വർദ്ധിച്ചു വരുന്ന പ്രണയം കാരണം എനിക്ക് മനോവേദന ഉണ്ടാകുന്നു. എൻ്റെ തോഴിമാരോട് പോലും ഞാൻ ഈ കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ നളനെക്കുറിച്ചുള്ള ചിന്ത കാരണം വല്ലാത്ത വേദനയാണ്, മനോവേദനയാണ്. പക്ഷേ എൻ്റെ തോഴിമാരോട് പോലും ഞാൻ വിവരം പറഞ്ഞിട്ടില്ല. അല്ലയോ അരയന്ന ശ്രേഷ്ഠ, നീ തക്ക അവസരം നോക്കി നളമഹാരാജാവിനോട് ഈ വിവരങ്ങളെല്ലാം ചെന്ന് പറഞ്ഞാലും കാലമേ ചെന്നു മരാള പറകനര പാലനോടെല്ലാം പ്രതിപാലിത അവസരം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ നീ എന്ത് ചെയ്യുക, നളമഹാരാജാവിനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക. ഇത് കേട്ട് ഹംസം പറയുകയാണ്, ദമയന്തിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ഹംസം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നളനോട് ചെന്ന് പറയാൻ പോവുകയാണ്. പക്ഷെ നീ ഇതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കരുത്, നിൻ്റെ അഭിപ്രായം മാറ്റി പറയാൻ പാടില്ല എന്ന ഒരു സത്യം കൂടി ചെയ്യിപ്പിക്കുകയാണ് ഹംസം. ചെന്നിത് പറവാൻ നൃപനോടഭിലാഷമെന്നാൽ നിന്നിലുമുണ്ടാം അവനും പരിദോഷം. അന്യനിലയിതേ വരുമോ സന്തോഷമെന്നാൽ മന്നവനുണ്ടാം എന്നിൽ ബഹുരോഷം. താതനൊരു വരനു കൊടുക്കും നിന്നെ പ്രീതി നിനക്കുമുണ്ടാം അവനിൽ തന്നെ. വിഫലമെന്നു പറയുന്നതെല്ലാം ചപലനെന്നു പുനരെന്നെ ചൊല്ലാം. ഇത്തമനർത്ഥം ഉദിത്വരമാമതിനുത്തരമോതുക സത്വരമിപ്പോൾ. ചെന്നിതു പറവാൻ നൃപനോടഭിലാഷം എന്നാൽ നിന്നിലുമുണ്ടാം അവനും പരിദോഷം. ഞാൻ ഇപ്രകാരം ദമയന്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം നളമഹാരാജാവിനോട് ചെന്ന് പറയുകയാണെങ്കിൽ നിനക്ക് എപ്രകാരമാണോ നളനോട് പ്രണയമുള്ളത് അതുപോലെ നിന്നിലും അനുരാഗം ഉണ്ടാകും. എന്നാൽ നിനക്ക് മറ്റൊരു പുരുഷനിൽ സന്തോഷം വന്നേക്കുമോ, മറ്റൊരു പുരുഷനോട് ഇഷ്ടം തോന്നുമോ? അങ്ങനെ വന്നാൽ രാജാവിന് വലുതായ കോപം ഉണ്ടാകും, ബഹുരോഷമുണ്ടാകും, വർദ്ധിച്ച കോപം ഉണ്ടാകും. മാത്രവുമല്ല ഭവതിയുടെ പിതാവ് മറ്റൊരു പുരുഷന് ഭവതിയെ കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയോട് ഭവതിക്കും പ്രീതി തോന്നും. അങ്ങനെ വന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിഫലമായി മാറുകയില്ലേ? ചപലനെന്ന്, എന്നെ ചപലനാണെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഈ പ്രകാരം ഇങ്ങനെ സംഭവിച്ചാൽ, ഇപ്രകാരം അനർത്ഥങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും? അതിനൊരു ഉത്തരം, അതിനൊരു മറുപടി പെട്ടെന്ന് തന്നെ ദമയന്തി പറയണമെന്നാണ് പറയുന്നത്. അതായത് ഇനി വേറെ ഏതെല്ലാം ആലോചനകൾ കൊണ്ടുവന്നാലും, വേറെ ഏതൊരു പുരുഷനോട് ഇഷ്ടം തോന്നിയാലും അതെല്ലാം മാറ്റിവെച്ച് നളമഹാരാജാവിനെ തന്നെ നീ സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്നെ ചപലനെന്ന് പറയുകയും രാജാവിന് എന്നോട് വലിയ ദേഷ്യമുണ്ടാവുകയും ചെയ്യും. അച്ഛൻ മറ്റൊരു വരനെ കണ്ടെത്തിയാൽ അത് ഒരിക്കലും ദമയന്തി സ്വീകരിക്കരുത്. അതിനൊരു ഉറച്ച മറുപടി തന്നെ എനിക്കിപ്പോൾ തരണം എന്നാണ് ഹംസം ദമയന്തിയോട് പറയുന്നത്. ഇത് കേട്ട ദമയന്തിയുടെ മറുപടിയാണ്, ഹന്ത ഹംസമേ ചിന്തയെന്തുതേ എന്നുടെ ഹൃദയം അന്യനിലാമോ. അന്നവം തന്നിലല്ലേ നിമ്നക ചേർന്നു ന്യായം അന്യഥാ വരുത്തുവാൻ കുന്നുമുതിർന്നിടുമോ. ഹന്ത ഹംസമേ ചിന്തയെന്തുതേ, കഷ്ടം ഹംസമേ, അങ്ങെന്താണ് ചിന്തിക്കുന്നത്. എന്നുടെ ഹൃദയം അന്യനിലാമോ, എൻ്റെ ഹൃദയം മറ്റൊരുവനിലാകുമോ.
എൻ്റെ മനസ്സ് മറ്റൊന്നിലേക്ക് പോകുമോ? ഞാൻ അത്രത്തോളം നളനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് കഷ്ടം തന്നെ, എന്താണ് ഹംസം നീ ഇപ്രകാരം ചിന്തിക്കുന്നത്? അതിനെ സമർത്ഥിക്കുകയാണ്. ആ പ്രസ്തുത കാര്യത്തെ ഒരു അപ്രസ്തുതമായ കാര്യം പറഞ്ഞുകൊണ്ട് ദമയന്തി സമർത്ഥിക്കുന്നുണ്ട്. അർണവം തന്നിലല്ലോ നിമ്നക ചേർന്നു ന്യായം, അന്യഥാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ. അർണവം സമുദ്രത്തിലാണ് നദികൾ ഒഴുകിച്ചെന്ന് ചേരുന്നത്. അപ്പം നദികൾ ഒഴുകിയെത്തുന്നത് പർവ്വതങ്ങളിൽ നിന്നാണ്. അപ്പം നദിയുടെ അച്ഛൻ പർവ്വതങ്ങളാണ്. ആ പർവ്വതം തൻ്റെ പുത്രിയെ എപ്പോഴും നല്ല ഒരു ഭർത്താവിൽ ഏൽപ്പിക്കാനാണ് ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെ കുന്നാകുന്ന അച്ഛൻ തൻ്റെ മകളായ നദിയെ മഹാസമുദ്രത്തിലേക്ക് ചെന്ന് ചേരാൻ അനുവദിക്കുക തന്നെ ചെയ്യും, അതിൽ സന്തോഷിക്കും. അതുപോലെ തൻ്റെ പിതാവും തന്നെ ഉത്തമനായ ഒരു ഭർത്താവിന് കൊടുക്കാൻ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ, മറിച്ചൊരാൾക്ക് കൊടുക്കാൻ ചിന്തിക്കുകയില്ല. പർവ്വതപുത്രിയായ മഹാനദി സമുദ്രത്തിലേ പതിക്കൂ എന്നും മറ്റൊരു തരത്തിൽ വരുത്തുവാൻ പിതാവായ പർവ്വതം ഒരിക്കലും ശ്രമിക്കുകയില്ലെന്നും പറയുന്നതിലൂടെ താൻ നളനോട് മാത്രമേ ചേരുകയുള്ളൂ എന്നും മറ്റൊരു തരത്തിൽ വരുത്തുവാൻ അച്ഛൻ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നുമുള്ള പ്രസ്തുതം വ്യഞ്ചിപ്പിച്ചിരിക്കുന്നതിനാൽ ഇവിടെ അപ്രസ്തുത പ്രശംസ എന്ന അലങ്കാരമാണ് വരുന്നത്. ഇവിടെ എന്നുടെ ഹൃദയം അന്യനിലാമോ, അർണവം തന്നിലല്ലേ നിമ്നക ചേർന്നു ന്യായം എന്നീ വാക്യങ്ങൾ യഥാക്രമം പ്രസ്തുതമാണ്. ഇവിടെ ഒരിക്കലും ഏതൊരച്ഛനും തൻ്റെ മകളെ ഉത്തമരായ ഭർത്താക്കന്മാർക്ക് മാത്രമേ നൽകാൻ ആഗ്രഹിക്കുകയുള്ളൂ. അതുപോലെ തൻ്റെ പിതാവും താൻ കണ്ടെത്തിയ ശ്രേഷ്ഠനായ നളമഹാരാജാവിന് മാത്രമേ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ, തിരിച്ചൊരിക്കലും മറിച്ചൊരിക്കലും ചിന്തിക്കുകയില്ല എന്നാണ് ദമയന്തി പറയുന്നത്. പ്രകാരം ദൂതനായ ഹംസം തൻ്റെ ആഗമന ഉദ്ദേശം ദമയന്തി അറിയിക്കുന്നു. അവർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ദമയന്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഹംസം മനസ്സിലാക്കുന്നു. അപ്പോൾ ഹംസത്തിൻ്റെ ദൗത്യം ഏകദേശം അതോടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഹംസം ദമയന്തിയിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ തിരിച്ചു ചെന്ന് നിഷധ രാജ്യത്തെത്തി നളനോട് തുറന്ന് പറയുകയും ചെയ്യും. ഈ ഒന്നാം ഭാഗത്തിൽ നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസം നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ഭാഗമാണ്. നമ്മുടെ മൊഡ്യൂൾ 1 നളചരിതം ആട്ടക്കഥ പഠിക്കാനുള്ള പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.